മെട്ര മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്ന് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് നമ്മളുടെ 5 കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചു. അത് ഇപ്പോഴും പിശാച് മനുഷ്യനെ തെറ്റിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന അവൻ്റെ സ്റ്റെപ്പുകളാണ്. അതെല്ലാം ഇപ്പോഴും അതുതന്നെയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മറന്നുപോയി. റോമർ 7:5 നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്തിൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങൾ വ്യാപരിച്ചു പോകും. നാം ജഡത്തിലായിരുന്നപ്പോൾ എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെടാത്ത എല്ലാവരും ജഡത്തിലാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, രക്ഷിക്കപ്പെടാത്ത എല്ലാവരും ജഡത്തിലാണ്. ഈ പള്ളികളിൽ പോവുകയും ഒക്കെ പോയെന്ന് പറഞ്ഞാൽ ഒന്നും രക്ഷിക്കപ്പെടണമെന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കും. അതുകൊണ്ട് രക്ഷിക്കപ്പെടാത്ത എല്ലാവരും ജഡത്തിലാണ്. ജഡത്തിൽ ജീവിച്ചിരുന്ന കാലം എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന റോമർക്കെഴുതിയ 7-ാം അധ്യായത്തിൽ ന്യായപ്രമാണത്തിൻ്റെ കാലം അതാണ് പറയുന്നത്. എന്നുവെച്ചാൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ നമ്മുടെ ശരീരാവയവങ്ങളെല്ലാം പാപരാഗങ്ങളിൽ ഇങ്ങനെ വ്യാപരിച്ചിരുന്നു. രക്ഷിക്കപ്പെട്ടതിന് ശേഷമില്ലേ? രക്ഷിക്കപ്പെട്ടതിന് ശേഷവും നമ്മുടെ ശരീരത്തിൽ പാപരാഗങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയണ്ട. എന്നാൽ അതിനെ ഓവർറൂൾ ചെയ്യുന്നൊരു കൃപ നമുക്കിന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പോലും ജഡം എന്ന് പറഞ്ഞാൽ പലർക്കും അറിയത്തില്ല എന്തോ. ഞാനൊരു എപ്പിസോഡ് വിശ്വാസത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞ ഒരു സീരീസ് നമ്മൾ തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു 1 വർഷത്തിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ ജഡത്തിൻ്റെ 2-3 എപ്പിസോഡ്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് ജഡം എന്താണെന്ന് പറയുന്നുണ്ട്. അതിൽ പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ നേച്ചർ നേരത്തെ പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ നേച്ചർ നഷ്ടപ്പെട്ടിട്ട് സാത്താൻ്റെ നേച്ചറും കൂടെ പ്രവേശിച്ചു. ആദ്യം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ നേച്ചറായിരുന്നു അവനിലുണ്ടായിരുന്നത്. അന്നേരം പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ നേച്ചർ അവന് നഷ്ടപ്പെട്ടിട്ട് സാത്താൻ്റെ നേച്ചർ കൂടി പ്രവേശിച്ചു. അന്നേരം മാൻ ഈസ് എ മിക്സ്ചർ ഓഫ് ഡിവൈൻ നേച്ചർ. ദൈവത്തിൻ്റെ നേച്ചറുണ്ട്. ദൈവം വന്ന് ജീവശ്വാസം ഊതിയല്ലേ. ദൈവത്തിൻ്റെ നേച്ചറുണ്ട്, ഹ്യൂമൻ നേച്ചറുണ്ട്, അവൻ്റെ തന്നെ ഒരു നേച്ചറുണ്ട്. അതുപോലെ ഈവിൾ നേച്ചറുണ്ട്, ഡെവിളിൻ്റെ ഒരു നേച്ചറുണ്ട്. ഈ ഡെവിളിൻ്റെ ഡി വെട്ടുന്നതാണ് ഈവിൾ. അപ്പോഴേ ഡെവിളിൽ നിന്നാണ് ഈവിൾ ഉണ്ടാകുന്നത്, ഈവിൾ നേച്ചർ. അന്നേരം ഇത് മനുഷ്യൻ്റെ നേച്ചർ, ദൈവത്തിൻ്റെ നേച്ചർ, പിശാചിൻ്റെ നേച്ചർ, ഇത് 3 കൂടെ ഉള്ള ഒരു മിക്സറാണ് മനുഷ്യൻ. ഓക്കെ, ഇതിൻ്റെ ഒരു റിവേഴ്സൽ പൂർണ്ണമായിട്ട് നടക്കണം. അതാണ് ഡെലിവറൻസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ്, നേരത്തെ പറഞ്ഞു, ആത്മാവ് വീണ്ടെടുക്കപ്പെടണം, ദൈവത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടണം. അതുപോലെ നമ്മുടെ മനസ്സ് കറപ്റ്റഡാണ്, അത് മാറണം, അതിൽ നിന്ന് മാറ്റപ്പെടണം. അതിൻ്റെ ഒരു ഡെലിവറൻസ് ആവശ്യമുണ്ട്, ആ ഡിപ്രഷൻ ഓഫ് മൈൻഡിൽ നിന്ന്. അതുപോലെ തന്നെ നമ്മുടെ ശരീരം കളങ്കിതമായി സിൻഫുൾ ഫ്ലഷ്, അതിൽ നിന്ന് നമുക്കൊരു വീണ്ടെടുപ്പ് ആവശ്യമാണ്. അത് ഈ 3 വീണ്ടെടുപ്പ് ആവശ്യമാണ്. അത് ഇതിന് ഉള്ള പടികളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. 1, രക്ഷിക്കപ്പെടുക, രക്ഷ പ്രാപിക്കുക, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ് പാപി എന്ന മനുഷ്യൻ പരിശുദ്ധമായിട്ട് ലിങ്ക് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ പറഞ്ഞാൽ റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. അതായത് കറക്റ്റ് പറയുന്നുണ്ട്. ബിലീവ്, അക്സെപ്റ്റ് ആൻഡ് ഡിക്ലെയർ. ഒന്നുകൂടെ പറയാം: വിശ്വസിക്കുക, ജീവിതത്തിൽ സ്വീകരിക്കുക, എന്നിട്ട് അത് ഡിക്ലെയർ ചെയ്യുക. ഈ 3 കാര്യങ്ങളുമുണ്ട്. കാരണം ആ സമയത്ത് റോമൻ എംപയറിലെ കർത്താവെന്ന് പറയുന്നത് അന്നത്തെ ഭരണാധികാരിയാണ്. നീറോ ചക്രവർത്തിയാണ് കർത്താവ്. അവിടെ വെച്ചിട്ട് നീറോ അല്ല, യേശുവാണ് കർത്താവെന്ന് ഏറ്റു പറയുമ്പോൾ അവിടെ പീഡനമുണ്ട്, മരണമുണ്ട്. അത്രയും ബലത്തിലെന്ന് പറയണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയും
ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അവിടെ ഒരു റിപ്പൻറ്റൻസ് വരുന്നുണ്ട്, ഒരു അക്സെപ്റ്റൻസ് വരുന്നുണ്ട്, ഒരു ഡിക്ലറേഷൻ വരുന്നുണ്ട്, അപ്പോഴവിടെ ഒരു സാൽവേഷനും വരുന്നുണ്ട്. ഈ കാര്യങ്ങളാണ് ഒരാൾ ചെയ്യാനായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവൻ രക്ഷ പ്രാപിക്കും. അപ്പോൾ അവനൊരു പുതിയ സൃഷ്ടിയാകുകയാണ്. 2 കൊരിന്ത്യർ 5:17 ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരുത്തൻ ക്രിസ്തുവിലാകുക എന്ന് പറഞ്ഞാൽ അവന് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. ദാറ്റ് ഇസ് ആൻ എക്സ്ചേഞ്ച് ലൈഫ്. ഒരു ട്രാൻസ്ഫോം ലൈഫല്ല, എക്സ്ചേഞ്ച് ലൈഫ്. ഇനി എന്നിൽ ക്രിസ്തുവാണുള്ളത്, എനിക്ക് പകരം ക്രിസ്തുവാണ്. എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്നു, അതാണ് വ്യത്യാസം. അല്ല, എന്നെ കാണുന്നവർ എന്നെ കാണുന്നു എന്നുള്ള ചിന്തയല്ല, അത് മാറി എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്നു. ആ രീതിയിൽ നിങ്ങളായിത്തീരണം, അതാണ് ആവശ്യം. അവിടെയാണ് ഡെലിവറൻസ്. നിങ്ങളെ കാണുന്നവർ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഡെലിവറൻസ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓരോരുത്തരുടെയും പ്രവൃത്തി കൊണ്ട് യേശുവിനെ വെളിവാക്കിയില്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിക്ക് മീനിങ് ഇല്ല, വാല്യൂ ഇല്ല എന്നുള്ളതാണ്. അതിന് യേശുവാണ് നമുക്ക് വേണ്ടി ഇൻ്റർമീഡിയറ്ററായിട്ട് നിൽക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. യേശു ക്രിസ്തു മാത്രം നമുക്ക് മധ്യസ്ഥനാണെന്ന് എബ്രായർ 9:15 പറയുന്നു. ഈ മധ്യസ്ഥൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ വന്നത് മനുഷ്യരുണ്ടാക്കിയതാണ്, അല്ല ദൈവം ഉണ്ടാക്കിയ കൺസെപ്റ്റ് അല്ല. എന്നാൽ അത് മനുഷ്യർക്ക് മനസ്സിലാവാൻ വേണ്ടി യേശു ക്രിസ്തു നമ്മുടെ ഇടയിൽ നിൽക്കുകയാണ്. മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി ദൈവത്തിൽ നിന്ന് കൽപ്പനകൾ പ്രാപിച്ച് പലകളിൽ എഴുതി താഴോട്ട് വന്നപ്പം ആദ്യമേ തന്നെ ദൈവത്തിൻ്റെ അരികെ പോകാൻ പേടിയാണ് മനുഷ്യർക്ക്. അവിടെ ഇടിമുഴക്കവും മിന്നലും എല്ലാം വന്ന് ആ പർവ്വതത്തിൻ്റെ അരികെ പോലും പോകത്തില്ല, ദൂരെ നിൽക്കുകയാണ്. മോശയ്ക്കും പോകാനുള്ള റൈറ്റ് ഉള്ളൂ, മോശയാണ് പോകുന്നത്. അതുകൊണ്ട് അന്ന് തന്നെ ഒരു ഇൻ്റർമീഡിയേറ്റർ ഉണ്ട്, ദൈവത്തിൻ്റെ അരികെ പോകാൻ ഒരാൾ വേണം. ഇത് ഓർത്തിട്ടാണ് ഇന്ന് മനുഷ്യരിങ്ങനെ ഓരോരുത്തരെയും മധ്യസ്ഥത വഹിക്കുന്നത്. എന്നാൽ മനുഷ്യനെ മനസ്സിലാക്കാൻ വേണ്ടി യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. യേശുക്രിസ്തു തന്നെ നമുക്ക് മധ്യസ്ഥനായി നിൽക്കുന്നു എന്ന് പൗലോസിൻ്റെ പഠിപ്പിക്കലിൽ പറയുകയാണ്. അതുകൊണ്ട് എബ്രായർ 9:15 പറയുന്ന ഇതാണ്, അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യ അവകാശത്തിൻ്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാവുന്നു. എറ്റേണൽ ഇൻഹെറിറ്റൻസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട്, വലിയ വാക്യമാണ് ആ 15-ാം വാക്യം. ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി. സോ ദ മീഡിയേറ്റർ ഓഫ് ദ ന്യൂ ടെസ്റ്റ്മെന്റ് ദാറ്റ് ബൈ മീൻസ് ഓഫ് ഡെത്ത് ദ റിഡംഷൻ ഓഫ് ട്രാൻസ്ഗ്രഷൻസ് ദാറ്റ് വെയർ അണ്ടർ ദ ഫസ്റ്റ് ടെസ്റ്റ്മെന്റ് they which are called might receive the promise of eternal inheritance. നമുക്ക് പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായി നമുക്ക് നിത്യാവകാശത്തിൻ്റെ വാഗ്ദത്തം ലഭിക്കേണ്ടതിന് യേശുക്രിസ്തു നിൽക്കുകയാണ്. ആ യേശുക്രിസ്തു മാത്രമേ നമുക്കൊരു മധ്യസ്ഥനായിട്ടുള്ളൂ. കാരണം എന്താണ്? ഈ യേശുവാണ് നമ്മളെ വീണ്ടെടുത്തത്. അതുകൊണ്ടാണ് നമുക്ക് മധ്യസ്ഥനായി നിൽക്കുന്നത്. അതുകൊണ്ട് യേശു വീണ്ടെടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? ആത്മാവിന് ഒരു വീണ്ടെടുപ്പ് നടന്നു. ശ്രദ്ധിക്കുക, ആത്മാവിനൊരു വീണ്ടെടുപ്പ് നടന്നു. എന്നെ കേൾക്കുന്ന ആളുകൾ ആരെങ്കിലും ഇത് ശ്രദ്ധിക്കുന്നവരെ ഇപ്പോഴും അതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ആ റോമർ 10:9 10 എടുത്ത് ദൈവസേനയെ ഡിക്ലെയർ ചെയ്ത് പറയണം, ഞാൻ ബിലീവ് ചെയ്യുന്നു, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, കർത്താവേ നീ എൻ്റെ ഹൃദയത്തിൽ ഇറങ്ങി വരണം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ കണ്ടാലും വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടെ വന്ന് അത്താഴം കഴിക്കുമെന്ന് പറഞ്ഞ പ്രോമിസാണ്. ഞാൻ അവനോടുകൂടെ വരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രസൻസ് നിങ്ങളോടുകൂടെ ഇല്ലെങ്കിൽ നിങ്ങൾ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കണം. ദൈവം അവിടെ വരും, ആ പ്രസൻസ് അവിടെ ഉണ്ടാകും. അവൻ മാത്രമാണ് മധ്യസ്ഥൻ, വേറൊരു മധ്യസ്ഥനുമില്ല. പല ആളുകൾ പലരെയും മധ്യസ്ഥത വിളിക്കുന്നുണ്ട്. ആ മധ്യസ്ഥത വിളിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് ഒരു കൾട്ടാണ്, ഒരു ഹെറസിയാണ്. അങ്ങനെ വരാൻ പാടില്ല, ദൈവവിരുദ്ധത്തിന് വിരോധമാണ്. ശരിക്കും ഒരേ മധ്യസ്ഥനേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് ഈ ആത്മാവിൽ കർത്താവ് വരുമ്പോൾ ആത്മാവിൻ്റെ ഇരുള് മാറിപ്പോയി നിങ്ങൾ രക്ഷയിലേക്ക് വരും. അതാണ് രക്ഷ പ്രാപിക്കുക എന്ന് പറയുന്നത്. അത് ആ രക്ഷ പ്രാപിച്ചത് ദാറ്റ് ഈസ് ഇറവേഴ്സിബിൾ. ആ രക്ഷ നഷ്ടപ്പെടുന്നതല്ല. എന്നാൽ രക്ഷ നഷ്ടപ്പെടാതിരിക്കാൻ
നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഒരു ഡെയിലി ക്ലെൻസിങ്ങും സാങ്ക്ടിഫിക്കേഷനും വിശുദ്ധീകരണവും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. രക്ഷയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ ഈ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് നമ്മൾ ഇത് മനസ്സിലാക്കിയിരിക്കാനും അത് തന്നെ നമ്മുടെ ഡെലിവറൻസിന് കാരണമായി തീരാനുമാണ്. രക്ഷയെക്കുറിച്ച് പഠിക്കുമ്പോൾ 3 കാര്യങ്ങൾ നമുക്കുണ്ട്. 3 ടെൻസിലാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടു, രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. 3 ടെൻസിലാണുള്ളത്. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ പാപങ്ങളെല്ലാം യേശുക്രിസ്തു കാൽവറിയിൽ ചുമന്നു, നമുക്ക് വേണ്ടി യാഗമായി തീർന്നു, നമ്മളെ വിടുവിച്ചു. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അത് വിശ്വസിച്ച് എൻ്റേതായി ഞാൻ ഏറ്റെടുക്കുകയാണ്. അത് തലയിലുള്ള അറിവല്ല, അത് ഹൃദയത്തിൽ വരണം. അത് വിശ്വസിച്ച് കർത്താവിനെ വിടുവിച്ചു, ഞാൻ പാപിയാണ് എന്ന് മനസ്സിലാക്കി റിപ്പൻറ്റ് ചെയ്ത് എൻ്റെ പാപം ഉപേക്ഷിച്ച് തൽക്കാലം മാറ്റി വെച്ചിട്ട് യേശുവിനെ സ്വീകരിച്ചിട്ട് പാപത്തിലേക്ക് പോകാനല്ല, അതങ്ങോട്ട് ഉപേക്ഷിച്ച് എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിൽ, എൻ്റെ വില്ലിൽ ഞാൻ കമ്മിറ്റ് ചെയ്ത് ഡിസൈഡ് ചെയ്യാണ്. ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. വീണ്ടും തിരിച്ചു പോകത്തില്ല. എന്തിലാ? ആ വേസ്റ്റിലേക്ക്, ആ പാപത്തിലേക്ക്, ആ പിശാചിൻ്റെ അടിമത്തത്തിലേക്ക്, ആ ജഡത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് ഞാൻ തിരിച്ചു പോവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഏറ്റെടുക്കുന്ന തീരുമാനമാണ് എൻ്റെ രക്ഷയ്ക്ക് കാരണം. അല്ലാതെ വേറെ ഏത് പ്രവൃത്തി ചെയ്താലും നിങ്ങൾ രക്ഷപ്പെടത്തില്ല. പാവങ്ങളെ സഹായിക്കുകയോ അല്ലെങ്കിൽ അനാഥരെയും വിധവമാരെയും കാണുകയോ രോഗത്തിലിരിക്കുന്നവരെ പോയി മീറ്റ് ചെയ്യുകയോ അതെല്ലാം ചെയ്യേണ്ടതാണ്. അത് രക്ഷ കഴിഞ്ഞിട്ടുള്ള സൽപ്രവൃത്തിയാണ്. രക്ഷയിൽ ഉണ്ടാകേണ്ട സൽപ്രവൃത്തിയാണ് അതെല്ലാം. അത് നിങ്ങളുടെ ഉള്ളിൽ യേശുക്രിസ്തു വസിക്കുന്നതിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ്. അതിന് സഹോദര, മറ്റുള്ളവരൊക്കെ ചെയ്യുന്നവരൊക്കെ സ്വർഗത്തിൽ പോകത്തില്ലേ എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ ആ ഭാഗം എടുത്ത് കോട്ട് ചെയ്യും. മത്തായിയുടെ സുവിശേഷം 25-26 അധ്യായത്തിലാണെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് ഞാനൊരു പ്രത്യേകമായിട്ടൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. തേജസ്സിൻ്റെ സിംഹാസനത്തിലുള്ള ന്യായവിധിയെക്കുറിച്ച്. അതെന്താണെന്നുള്ളത് അത് പറഞ്ഞിട്ടുണ്ട്. അത് ആർക്കാണുള്ളതെന്നും പറഞ്ഞിട്ടുണ്ട്. അന്നേരം അതൊക്കെ നിങ്ങൾ പോവുക. ഇപ്പം അതിൽ നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കയറുന്നില്ല. അതുകൊണ്ട് പാവങ്ങളെ സഹായിക്കണം, അതെല്ലാം ആവശ്യമാണ്. രോഗികളെ സന്ദർശിക്കണം, തടവുകാരെ സന്ദർശിക്കണം, പലരെ കാണേണ്ട ആവശ്യമുണ്ട്, അതെല്ലാം ആവശ്യമാണ്. അതെല്ലാവരും ചെയ്യുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തു നമുക്ക് പറഞ്ഞിരിക്കുന്ന അത് വെച്ചിട്ട് നിങ്ങളെ വാല്യൂ ചെയ്യുമെന്നല്ല. അതെല്ലാം റിവാർഡ് ഉണ്ടാവും, ദൈവം റിവാർഡ് തരത്തില്ല എന്നല്ല. ആദ്യം നമ്മുടെ എൻട്രി അങ്ങോട്ട് ആക്കണ്ടേ, ആക്കിയിട്ടല്ലേ നമുക്ക് റിവാർഡ് കിട്ടുള്ളൂ. അതിന് യേശു പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു മാർഗ്ഗം, ഞാനാണ് മധ്യസ്ഥൻ. ഞാനാണ് പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ. അതുകൊണ്ട് എന്നിൽ കൂടി അല്ലാതെ ആരും ദൈവത്തിനെ കാണുന്നു, ദൈവത്തിൻ്റെ അരികിൽ ചെല്ലുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കും. യേശുവാണ് ഒരു മാർഗം. അതിലാരെങ്കിലും എന്നെ കേൾക്കുന്നവർ ആ ഒരു സേവിങ് ഫെയ്ത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ആ രക്ഷയിലേക്ക് നിങ്ങൾ വരണം. അതുകൊണ്ട് പാസ്റ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവം ഏറ്റെടുത്തു, ക്രൂശിൽ ഏറ്റെടുത്തു. അതെൻ്റേതാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ രക്ഷ പ്രാപിക്കും. എന്നാൽ അവിടെ അങ്ങ് തീർന്നില്ല കാര്യം. നമ്മൾ ബീയിങ് കണ്ടിന്യൂസ്ലി സേവ്ഡ്, നമ്മൾ തുടർമാനമായി രക്ഷ പ്രാപിക്കുന്ന അനുഭവം. അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതിന് വേറൊരു വേർഡാണ് ബൈബിളിൽ പറയുന്നത്. ഞാൻ റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം തൊട്ട് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ആ വാക്കുകളെല്ലാം പറഞ്ഞതാണ്. വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ. നമ്മളിവിടെ തുടങ്ങിയതും അങ്ങനെയാണ്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ നിന്ന് തുടങ്ങിയതാണ്. ഞങ്ങളുടെ ശരീരം, ഞങ്ങളുടെ മനസ്സ്, ഞങ്ങളുടെ ആത്മാവ്. അങ്ങനെയാണ് തിരിച്ചെഴുതിയിരിക്കുന്നത്. ആത്മാവ്, ജീവൻ, ശരീരം. ഇത് 3ഉം ദൈവം വിശുദ്ധനാക്കാനായിട്ട് ആഗ്രഹിക്കും. ഒരു സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ്സിൽ കൂടി കടന്നു പോവുകയാണ്. ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഇത് ഭയങ്കര പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെയാണ് മനസ്സിൻ്റെ വിടുതൽ വരുന്നത്. റോമർ 12-ന്റെ 1-2 വാക്യങ്ങളിൽ പറയുന്നത് നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പോഴേ നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന ഒരു അനുഭവത്തിലാണ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. അതാണ് സാൽവേഷൻ്റെ പ്രസൻറ്റ് പ്രോസസ്സ്. അത് ഫിലിപ്പിയർ 2:12 പറയുന്നത് വർക്കൗട്ട് യുവർ സാൽവേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളെല്ലായ്പ്പോഴും അത് അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായ ഭയത്തോടും വിറയലോടും കൂടെ
നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. വർക്കൗട്ട് യുവർ ഓൺ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രംബ്ലിങ്. ഭയത്തോടും വിറയലോടും. ഈ ഭയവും വിറയലും രക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയവും വിറയലും അല്ല. ശ്രദ്ധിക്കുക, നേരത്തെ പറഞ്ഞു, ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവിൽ വസിക്കുകയാണ്. ദാറ്റ് ഈസ് ഇറവേഴ്സിബിൾ. അത് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു കാര്യമല്ല, അത് ദൈവം ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ നമ്മൾ ഭയത്തോടും വിറയലോടും കൂടെ നമ്മളെ വിശുദ്ധീകരണത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും വർക്ക് ചെയ്യുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. എന്നാൽ വിശ്വാസി പാപം ചെയ്യുമോ, വിശ്വാസി പാപത്തിൽ തുടരുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. വിശ്വാസി പാപം ചെയ്താൽ രക്ഷ നഷ്ടപ്പെടുമോ, പരിശുദ്ധാത്മ ഇറങ്ങി ഓടുമോ എന്നൊക്കെയുള്ള ചിന്തകളുണ്ട്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം. വിശ്വാസി പാപം ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, നമ്മുടെ ഡെലിവറൻസിന്, നമ്മുടെ വിടുതലിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യം, ഏറ്റവും തടസ്സമായി നിൽക്കുന്നൊരു കാര്യം, നമ്മുടെ വിടുതലിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മനസ്സ് പുതുക്കിയുള്ള രൂപാന്തരം നടക്കാത്തതിനാലാണ്. നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വിടുതലുണ്ടാകുകയില്ല. നമ്മൾ ഓർക്കുക. നമ്മളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. നാളെ ഈ വിഷയം നമ്മൾ ചിന്തിക്കുന്നതാണ്. തൊഴുമാനമായിട്ടിത് കാണുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. തൊഴുമാനമായിട്ടിത് കാണണം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആരെങ്കിലും ഈ രക്ഷണ്യ വചനം ഏറ്റെടുക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം രക്ഷ പ്രാപിപ്പാനായിട്ട് യേശുക്രിസ്തു വിശ്വസിപ്പാനായിട്ട് കർത്താവെ ഇടവരുത്തണം. ദൈവമേ, രക്ഷയുടെ 3 ടെൻസിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ദൈവമേ, ഞങ്ങൾ പാസ്റ്റായിട്ട് രക്ഷ പ്രാപിക്കും, പ്രസൻ്റായിട്ട് രക്ഷ പ്രാപിക്കും, ഫ്യൂച്ചറായിട്ട് രക്ഷ പ്രാപിക്കും. അത് വീണ്ടും ഒന്ന് ക്ലിയർ ആക്കുവാനായിട്ട് ഈ ദിവസങ്ങൾ സഹായിക്കണമേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെ നീ അനുഗ്രഹിക്കണമേ. അവരുടെ സംശയങ്ങളിൽ നിന്നെല്ലാം നീ എല്ലാം മായ്ച്ചു കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികളായിരിക്കുന്നവർ പ്രത്യേകം നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കിഡ്നി ആയിട്ടുള്ള ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചില വ്യക്തികളെ ദൈവം കാണിച്ചു തരുന്നു. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? ഡയാലിസിസ് ഒക്കെ നിൽക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അതിലെ പ്രയാസങ്ങളെല്ലാം വിടുവിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഡോണറെ ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ദൈവം വലിയ വിടുതൽ തരും നിങ്ങളുടെ ജീവിതത്തിൽ. വിശ്വാസത്തോടെ നേറ്റെടുത്ത് പ്രാർത്ഥിക്കുമോ? ആ കിഡ്നിയുടെ പ്രയാസങ്ങളിൽ നിന്നെല്ലാം കർത്താവെ നീ വിടുവിക്കണമേ, സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിനുണ്ടായിരിക്കുന്ന കർത്താവെ എക്സ്ട്രാ ആയിട്ടുള്ള എല്ലാ ചെലവിൽ നിന്നും കർത്താവെ നീ വിടുവിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയൊരു ആരോഗ്യം, വിടുതൽ ആ കുടുംബത്തിന് അയക്കണമേ. മാനസികമായിട്ട് വലിയൊരു സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം, വഴി നടത്തുന്നതായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർമാനമായി കാണാം. നിങ്ങളുടെ കമൻറ്റ് ബോക്സിലിടുക. പ്രയർ റിക്വസ്റ്റുകൾ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.